പാകിസ്ഥാനിലും അയോധ്യയിലേതുപോലെ രാമമന്ത്രം ഉണരുകയാണ്. പാകിസ്ഥാനിലെ ഇസ്ലാം കോട്ടിൽ 200 വർഷം പഴക്കമുള്ള രാമക്ഷേത്രം പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ കരങ്ങൾ കൊണ്ട് പുതുജീവൻ വയ്ക്കുകയാണ്. ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അടുത്ത 6 മാസത്തിനുള്ളിൽ ക്ഷേത്രത്തിന്റെ പുതിയ ക്ഷേത്രം സജ്ജമാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ. ഇതിനുശേഷം പഴയ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന വിഗ്രഹങ്ങൾ പൂജാവിധികളോടെ പുതിയ ക്ഷേത്രത്തിലേക്ക് മാറും. ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിന് മുൻപ് ഇസ്ലാം കോട്ടിൽ സന്ത് നെയ്നുറാം ആശ്രമവും പണിതിരുന്നു. ഏകദേശം 10 ഏക്കറോളം സ്ഥലത്താണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിന്റെ അഭിമാനമായി അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നിട്ട് 1 മാസം കഴിയുകയാണ്. അതിനു പിന്നാലെ UAE-യിലെ അബുദാബിയിലും വലിയ രാമക്ഷേത്രം ഉയർന്നിരുന്നു. എന്നാൽ പാകിസ്ഥാനിലെ പുതിയ രാമക്ഷേത്രത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അയോധ്യയിലേതുപോലെയോ അബുദാബിയിലേതുപോലെയോ അത്ര ഗംഭീരമല്ല എങ്കിലും പാകിസ്ഥാനിലെ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് ഇത് വലിയ പ്രാധാന്യമുള്ളതാണ്. പാകിസ്ഥാനിലെ ദേരാ റഹീം യാർഖാൻ നിവാസിയായ മഖൻ റാം ജയ്പാൽ തന്റെ യൂട്യൂബ് വീഡിയോയിൽ ഈ ക്ഷേത്രം കാണിക്കുകയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മഖൻ റാം പറയുന്നതിനനുസരിച്ച് സിന്ധ് പ്രവിശ്യയിലെ ഇസ്ലാം കോട്ടിൽ ഏകദേശം 200 വർഷം പഴക്കമുള്ള രാമക്ഷേത്രമുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ ഇവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ കെട്ടിടം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായി. എന്നാൽ ഇപ്പോൾ ഇത് പുനർനിർമ്മിക്കുന്നു. ഈ പുതിയ കെട്ടിടം പണിത തൊഴിലാളികളും എല്ലാം മുസ്ലിങ്ങളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പലപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് നാം കേട്ടിട്ടുള്ളത് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദനകളാണ്, അവരുടെ അനുഭവങ്ങൾ. ഇതൊക്കെ വായിച്ചറിഞ്ഞും പറഞ്ഞു കേട്ടുമൊക്കെ നമ്മൾ പലരും വേദനിച്ചിട്ടുണ്ട്. നമ്മളിൽ പലരും കേട്ടിട്ടുള്ള കഥകളിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ തട്ടിക്കൊണ്ടു പോകുമെന്നതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കപ്പെട്ട വാർത്തകൾ. അവൾ ഋതുമതിയാണ് എന്ന് വ്യാജരേഖയുണ്ടാക്കും. ശരിയാ നിയമം ശരിവെക്കുന്ന കോടതിക്കും നിയമപാലന സംവിധാനങ്ങൾക്ക് മുൻപിൽ മറ്റൊരു നീതിക്കും വിലയില്ലാത്ത അവസ്ഥയാണ് ഹിന്ദു സമൂഹം പാകിസ്ഥാനിൽ നേരിടുന്നത്. പീഡനത്തിന്റെ പലായനത്തിന്റെ പാക് പാഠങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പലപ്പോഴും ഭാരതത്തിൽ നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനങ്ങളിൽ സംസാരിക്കുന്ന പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ പങ്കുവച്ചിട്ടുള്ള അനുഭവങ്ങളാണ് ഇതെല്ലാം. വീടിനകത്ത് മകളെ മാനഭംഗപ്പെടുത്തുമ്പോൾ പുറത്ത് വേദനയോടെ നിൽക്കേണ്ടി വരുന്ന അച്ഛന്റെ നിസ്സഹായത നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് പല പിതാക്കന്മാരും അവരുടെ മക്കളുടെ ദുരവസ്ഥയെ ചൊല്ലി വിലപിച്ച് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. അവിടെയുള്ള സ്ഥലവും വീടുമൊന്നും പലപ്പോഴും ഇവർക്ക് വിൽക്കാനാകില്ല, ആരും വാങ്ങില്ല. ഓരോരുത്തരായി രാജ്യം വിട്ടാൽ അതെല്ലാം അവിടെയുള്ളവർക്ക് സ്വന്തമാക്കാം എന്നതാണ് അവരുടെ ചിന്ത. നിങ്ങൾ കേട്ടതിനും അപ്പുറമാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനങ്ങൾ എന്ന് പലപ്പോഴും അവിടെ നിന്ന് വരുന്ന ഹിന്ദുക്കൾ പറയാറുണ്ട്. അഭയം തേടാൻ അവർക്ക് എപ്പോഴും ഇന്ത്യയുള്ളൂ. ഇന്ത്യയിൽ ജനിച്ച നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് അവരൊക്കെ പറയുമ്പോഴും പിറന്ന മണ്ണ് ഉപേക്ഷിച്ചതിന്റെ വേദന അവർക്കുണ്ട്. അംഗബലം 24%-ൽ 1%-ലേക്ക് ചുരുങ്ങിപ്പോയ ഒരു ജനതയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് പാക് ഹിന്ദുക്കൾ പലപ്പോഴും വേദനയോടെ ചോദിച്ചിട്ടുള്ളതാണ്. ശരിക്കും ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളാണ് നമ്മൾ പാകിസ്ഥാനിലെ ഹിന്ദുക്കളിൽ നിന്ന് കേൾക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷത്തിനു വേണ്ടിയിട്ടുള്ള അവരുടെ ആരാധനാലയങ്ങളെ ഇത്തരത്തിൽ ിക്കുന്നതിനുള്ള സർക്കാർ ശ്രമങ്ങൾ തുടരുന്നു, അല്ലെങ്കിൽ അത് നടക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ഹൈന്ദവരുടേതായ ചിഹ്നങ്ങളൊന്നും അവിടെ പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പൊട്ടു തൊടരുത്, കൈകളിൽ പൂജിച്ച ചരടുകൾ കെട്ടരുത്, ദീപാവലിയോ ഹോളിയോ ഒന്നും ആഘോഷിക്കാൻ പാടില്ല. ക്ഷേത്രഭൂമികളൊക്കെ കയ്യേറിക്കഴിഞ്ഞു. പേരിന് പോലും പൂജ നടത്താനാവാതെ അനാഥമായ ഒരുപാട് ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. അവിടെ ആരാധനയൊക്കെ വിലക്കപ്പെട്ടതാണ്. ബസ്സിൽ കയറിയാൽ കൂടെ കയറി ഒറ്റവരുടെ പേര് ചൊല്ലി വിളിക്കാൻ പോലും പലർക്കും ഭയമാണ്. ഹിന്ദു നാമധാരി എന്നറിഞ്ഞാൽ ഇറക്കുവിടും, അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യും. മക്കൾക്ക് അച്ഛനമ്മ പേരിടുന്നത് പോലും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാണ്. അജ്മൽ റാം, ഹക്കീം റാം തുടങ്ങിയ പേരുകളൊക്കെ പാക് ഹിന്ദുക്കളുടെ ഇടയിൽ അതുകൊണ്ട് തന്നെ പതിവാണ്. പേരിലെ ആദ്യ ഭാഗം ജീവൻ രക്ഷയ്ക്കും രണ്ടാമത്തേത് അവർക്ക് ധർമ്മരക്ഷയ്ക്കുമാണ്. സർക്കാർ ജോലിയും അവിടെ ഹിന്ദുക്കൾക്ക് നിഷിദ്ധമാണ്. എന്തായാലും ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പാക് ഹിന്ദുക്കൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ ഈ രീതിയിൽ അവിടെ ഉള്ളവരെ കൊണ്ട് തന്നെ പുനരുദ്ധരിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം ഇങ്ങനെ ലഭിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് അവർക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ പാകിസ്ഥാനിൽ പലപ്പോഴും സർക്കാരിന്റെ ഒരു ശ്രമം കൊണ്ട് തന്നെ പുനരുദ്ധരണത്തിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, പുനരുദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പല ക്ഷേത്രങ്ങളും. പക്ഷേ തകർക്കപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണം ഒരു വശത്ത് കൂടുതൽ തന്നെയാണ്. എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള പോസിറ്റീവ് വാർത്തകൾ, പോസിറ്റീവ് വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വരുമ്പോൾ അവിടെയുള്ള സാഹചര്യങ്ങൾ അവിടെയുള്ള ഹിന്ദുക്കൾക്കും അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കും എല്ലാം സന്തോഷം നിറഞ്ഞ ഒരു കാലം അവരെയും കാത്തിരിക്കുന്നു എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പാകിസ്ഥാനിലെ ജനങ്ങളോടൊപ്പം ഇന്ത്യയിലുള്ള ഹിന്ദുക്കളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.